ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പകലത്തെ ചിന്തക്കായി ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഈ വചനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരും കൂടെ പോയി. അവൻ പട്ടണത്തിൻ്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. ആ പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരം അവളോട് കൂടെയുണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവിന് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചൽ തൊട്ടു. ചുമക്കുന്നവർ നിന്നു, വാര്യക്കാരാ എഴുന്നേൽക്കുക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ അവളോട് കൂടെ വലിയൊരു പുരുഷാരമുണ്ടായിരുന്നു. എന്നാൽ അവൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പരിഹാരം വരുത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ശവമഞ്ചലിൻ്റോട് കൂടെ അനേകർ പുരുഷന്മാരുണ്ടായിരുന്നു. ആരും അവളോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. കരയേണ്ട എന്ന് പറഞ്ഞവൻ യേശു മാത്രം. കരയുന്ന പ്രശ്നത്തിന് അവൾക്ക് പരിഹാരം വരുത്തുവാൻ, അവളുടെ സങ്കടത്തിലാഴ്ത്തി അവളുടെ ജീവിതം കയ്പാക്കി മാറ്റിയ പ്രശ്നത്തിന് പരിഹാരം വരുത്തി വിലാപത്തെ സന്തോഷമാക്കി മാറ്റി ഭവനത്തിലേക്ക് മടക്കി അയച്ച ഒരു ദൈവമുണ്ട്. അത് യേശുവാണ്. ഏത് പ്രശ്നമാണോ നിൻ്റെ ജീവിതം കയ്പാക്കി മാറ്റി ആയുസ്സിൻ്റെ മദ്യവെച്ച് തകർത്ത് കളയുന്ന ദുഷ്ടപിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും പൊളിച്ചടക്കി യേശു നിങ്ങളുടെ ജീവിതം ശുഭദിനമാക്കി മാറ്റും. അതാണ് ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹം. ദൈവം നമ്മെ തകർത്ത് കളയുവാനോ മുടിച്ച് കളയുവാനോ അല്ല ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. യേശു മാനവൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനാണ്. അവന് ഏത് പ്രശ്നത്തിൻ്റെ മധ്യയാണ് അവൻ, ഇരുട്ടിൻ്റെ അറയിലാണ് അവൻ കുടുങ്ങിക്കിടക്കുന്നത്. അവനെ അവിടെ നിന്ന് വിടുവിച്ച് പിതാവായ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനാണ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. അത് ഏവരെയും ദൈവം വിടുവിച്ച്, ഏത് പ്രശ്നത്തിൻ്റെ മധ്യയാണെങ്കിലും ദൈവം വിടുവിച്ച് ആ നല്ല ശുഭദിനത്തിലേക്ക് ദൈവം എത്തിക്കുമാറാകട്ടെ.